നാടിനെ നടുക്കിയ നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതകം നടന്നിട്ട് ഇന്നേക്ക് 1 വർഷം. പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ പറയുന്നു. സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലിയും സാമ്പത്തിക സഹായം ഇതുവരെ ലഭിച്ചില്ലെന്ന് മകൾ അഖില പറഞ്ഞു. പ്രതികരണത്തിൽ എന്തായാലും അയാൾക്ക് നല്ലപോലെ ശിക്ഷ ഇതാക്കണം. ഇത്രയും 3 പേരിനെയും ഇതാക്കിയിട്ട് അയാൾ അവിടെ ഇരിക്കുമ്പോൾ അയാൾക്ക് എന്തായാലും തൂക്കുകയർ തന്നെ കിട്ടണം. ഇനി അമ്മയുടെ കേസിലെ വിധി വന്നു, അതേപോലെ നല്ല ശിക്ഷ തന്നെ ഇനി അയാൾക്ക് കിട്ടണം. നമ്മളുടെ വേദന നമുക്കെല്ലാം അറിയുള്ളൂ. അയാൾക്കിപ്പോൾ ഒന്നും പോയിട്ടില്ലല്ലോ, നമുക്കങ്ങനെയല്ലല്ലോ. ഇപ്പോഴും ഭീതിയിലാണ് കഴിയുന്നതെന്നും ചെന്താമര പുറത്തിറങ്ങുന്നതോർത്ത് ഭയമാണെന്നും കൊല്ലപ്പെട്ട സജിതയുടെ മാതാവും പ്രതികരിച്ചു. പ്രതികരണത്തിൽ എന്താ കേട്ടോ, ഇരുട്ടാകുമ്പോഴേക്ക് പേടിച്ചിട്ട് പടിയിലും അതിലൊക്കെ പൂട്ടിയിടുകയാണ്. എന്താണ് കേട്ടോ, പേടിച്ച് കിടുകിട് വിറക്കുകയാണ്. ഞങ്ങൾ എന്താ ചെയ്യുകയെന്ന് ഞങ്ങൾക്ക് പിടുത്തം കിട്ടണില്ല. ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല. അവർക്ക് കഴിയാനുള്ള ഒരു തൊഴിൽ കൊടുത്താൽ മതി. അല്ലാണ്ട് എനിക്ക് വേറെ അത്ര കിട്ടണം ഇത്ര കിട്ടണം ഞാൻ പറയുമോ. ഒരു 10 റുപ്യ വരുമാനം കിട്ടി അവരുടെ ജീവിതമല്ലേ. ഞങ്ങൾക്കും ഇനിയും പണിയെടുത്ത് ഇതാക്കാനൊന്നും പറ്റില്ല. പണിയെടുത്ത് പെലത്തണമെന്നല്ല പറയുന്നത്. എന്നാലും അവർക്കൊരു തൊഴിൽ കൊടുക്കാൻ പറയാല്ലാതെ ഒരു സാധനവും കൊടുത്തിട്ടില്ല അവർക്ക് ഇത്ര നേരം. കേസിലെ വിചാരണ നടപടികൾ അടുത്ത മാസം ആരംഭിക്കും. ഷാരിഖ് നവാസ് പാലക്കാട് ചെയ്യുന്നു. ഷാരിഖ്, നാട് നടങ്ങിയ ആ ഒരു കൊടുംപാതകത്തിന് 1 ആണ്ട് തികയുകയാണ്. വിചാരണ അടുത്ത മാസം തുടങ്ങും. ഈ ജീവനെടുക്കുമ്പോൾ ഹരം കെട്ടുന്ന ഒരു നരാധമനാണ്. ഒരിക്കലും ഒരു കുറ്റബോധം പോലും പ്രകടിപ്പിച്ചിട്ടില്ല. എന്താണ് അവിടുത്തെ നിലവിലെ സ്ഥിതി? കുടുംബത്തിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ നിയമ നടപടികൾ എങ്ങനെ, ഏത് ഘട്ടം വരെ എത്തി? സുഹൈലെ, കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഏകദേശം ഈ ഉച്ചയോടെയാണ് നാടിന് നടുക്കിയ 2 കൊലപാതകം നടന്നത്. അതായത് നിമിഷങ്ങൾക്കകമാണ് ചെന്താമര, കൊടും ക്രിമിനലായ ചെന്താമര 2 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ആദ്യം അതായത് ചെന്താമരയുടെ തന്നെ അയൽവാസിയായ സുധാകരനെയും അവരുടെ മാതാവ് ലക്ഷ്മിയുമാണ് ചെന്താമര നിമിഷങ്ങൾക്കകം വെട്ടിക്കൊലപ്പെടുത്തിയത്. നാടാകെ ഒന്നടങ്കം നടുങ്ങിയ ഒരു കേസാണ് ഇത്. അവരുടെ മക്കൾ ഇപ്പോഴും ആ ഒരു ദുഃഖത്തിൽ നിന്ന് കരകയറിയിട്ടില്ല. അവർ ഇപ്പോഴും ഭയത്തിലാണ് കഴിയുന്നത്. കാരണം അവരുടെ സജിതയുടെ മാതാവും അതുപോലെ തന്നെ വയസ്സായ ഒരു മുത്തശ്ശനൊപ്പമാണ് ഇപ്പോൾ അവിടെ കുനിശ്ശേരിയിലെ വീട്ടിൽ കഴിയുന്നത്. അവർക്ക് ജീവിക്കാനുള്ള വരുമാനം ഒന്നും ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇതിലെ അഖില ഇപ്പോൾ ആലത്തൂർ BSS ഗുരുകുലം കോളേജിൽ പഠിക്കുകയാണ്, ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഈ കുട്ടിക്ക് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും ഒരു കഴിയാത്ത അവസ്ഥയാണ്. സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലിയും അതുപോലെ തന്നെ സാമ്പത്തിക സഹായവും ഇതുവരെ അവർക്ക് ലഭിച്ചിട്ടില്ല. 3 ലക്ഷം രൂപയാണ് സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ ഇതിൻ്റെ ആദ്യ ഗഡു പോലും ഇതുവരെ നൽകിയിട്ടില്ല. അവിടെ സ്ഥലം MLA പോലും ഇപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരം ഇവർക്ക് നൽകുന്നില്ല. ഈ ഇരട്ടക്കൊലപാതകത്തിൻ്റെ കേസിൻ്റെ വിചാരണ നടപടികൾ അടുത്ത മാസം പാലക്കാട്ടെ കോടതിയിൽ ആരംഭിക്കും. അടുത്ത മാസം 25-നാണ് വിചാരണ നടപടികൾ ആരംഭിക്കുക. ഇപ്പോഴും ആ കൊലപാതകത്തിൽ നിന്ന് മൂത്ത മകൾ അതുല്യയും അഖിലയും മോചിതരായിട്ടുള്ള ഇവർ ഇപ്പോഴും നെന്മാറ ഭാഗത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ വീട്ടിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ വീട് ഇപ്പോൾ ഒരു പ്രേതാലയമായി മാറിയിരിക്കുകയാണ്. കാട് പിടിച്ച് കിടക്കുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ ആ വീടുള്ളത്. അവർ ആ വീട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. എന്നാൽ ആരും വാങ്ങാൻ പോലും തയ്യാറല്ല. ഇത്തരത്തിലൊരു സംഭവം അവിടെ നടന്നതിനാൽ വലിയ തരത്തിൽ ഒരു നെഗറ്റീവ് എനർജി ആ ഭാഗത്ത് ഉള്ളതിനാൽ ആരും ആ വീട് വാങ്ങാൻ പോലും തയ്യാറാകുന്നില്ല. ചെന്താമര ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ഇവരുടെ അമ്മ സജിതയെ സമൂഹത്തിന്റെയും കരുതൽ വേണ്ട കുടുംബമാണ്. പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കേണ്ട അനുയോജ്യമായ സമയമാണ്. അവർ ആവശ്യപ്പെടുന്നുണ്ട്, അവരത് ആഗ്രഹിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.